ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാൻ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്തിട്ട് ഹൈപ്പ് ചെയ്തിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവർ കാണാൻ ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കണം. അപ്പൊ തുടക്കുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈതക്കൽ തറവാടാണ്. അപ്പൊ കൈതക്കൽ തറവാട്ടിൽ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ബ്രേക്ക്ഫാസ്റ്റ് ആണോ ഇനിയിപ്പം അത്താഴം ആണോ എന്നൊന്നും അറിയത്തില്ല, എന്തോ അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരഞ്ജനയുണ്ട്, മനുവുണ്ട്, വൈച്ചുണ്ട്, കമലയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശിവശങ്കര മേനോനും ഉണ്ട്. അപ്പൊ ഇതിനിടയില് നിരഞ്ജൻ ഒരു കാര്യം പറഞ്ഞു. വേറൊന്നുമല്ല, അലീനയുടെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നേ. അപ്പൊ അലീനയുടെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും കമല പറഞ്ഞു, അവളുടെ തന്ത പറഞ്ഞിട്ടല്ലേ പോയത്, അല്ലെങ്കിൽ അവളുടെ തന്തയോട് അനുവാദം മേടിച്ചിട്ടല്ലേ പോയത് എന്ന്. അവളുടെ തന്തയോട് അനുവാദം, അതായത് അച്ഛനോട് അനുവാദം മേടിച്ചിട്ടല്ലേ അവള് പോയത് എന്ന്. നമ്മുടെ മനുവായിട്ട് ചെറിയൊരു ഫൈറ്റിംഗ് ഒക്കെ അതിനിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ആര്? വൈജ. നിനക്ക് നീ അവളുടെ വലിയ അധികാരി അല്ലായിരുന്നോ, നീ അല്ലായിരുന്നോ ഗാർഡിയൻ, എന്നിട്ട് നിന്നോട് പറഞ്ഞിട്ടല്ലല്ലോ പോയത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ കമല പറഞ്ഞത്, ഓ പിന്നെ ആര്, ഇവനല്ലല്ലോ, മനു അല്ലല്ലോ ഗാർഡിയൻ അതിന്. അവളുടെ ഗാർഡിയൻ ആരാ? അവളുടെ ഗാർഡിയന് ഇപ്പം ബാലചന്ദ്രനല്ലേ. ബാലചന്ദ്രനായിട്ടൊരു തന്ത ഇരിക്കുമ്പം, അല്ലെങ്കിൽ ഒരു അപ്പൻ ഇരിക്കുമ്പം പിന്നെ എന്തിനാ വേറൊരു ഗാർഡിയൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നിരഞ്ജന പറഞ്ഞത്, അതിനാരാ പറഞ്ഞത് ബാലചന്ദ്രൻ അങ്കിളിന്റെ മകള് അലീന ചേച്ചി എന്ന്. അലീന ചേച്ചി ബാലചന്ദ്രന്റെ മകളല്ലെന്ന് എന്നോട് ബബിതയും രോഹിതൊക്കെ പറഞ്ഞായിരുന്നു. അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നെന്ന്. അപ്പൊ പെട്ടെന്ന് കമല ചോദിച്ചു, നീ എന്താ പറയുന്നത്? ബാലചന്ദ്രന്റെ മകളല്ല അലീന ആര് പറഞ്ഞെന്ന് നീ പറയുന്നത്? അയ്യോ, ഞാൻ പറയുന്നത് സത്യമായ എൻ്റെ അമ്മ. ബാലചന്ദ്രന്റെ മകളൊന്നും അല്ല അലീന ചേച്ചി. അതെ, എല്ലാവരുടെയും മുമ്പിൽ ചുമ്മാ ഒരു ഇത് പറഞ്ഞതാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടി ചേർന്ന് അങ്കിളിനെ കൊന്നു തിന്നത്തില്ലേ, അതുകൊണ്ട് ബാലചന്ദ്രൻ അങ്കിളിന്റെ മകളാണെന്ന് മാത്രം ഒരു ചുമ്മാ ഒരു ഇതിന് അതങ്ങ് പറഞ്ഞതാ, ഒരു ഭംഗിക്ക് അങ്ങ് പറഞ്ഞതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഭംഗിക്കോ, എന്ത് ഭംഗിക്ക്? അതൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും എനിക്ക് ഉറപ്പുണ്ട് ബാലചന്ദ്രൻ അങ്കിളിന്റെ മകളല്ല അലീന എന്ന്. അപ്പോഴത്തേക്കും വൈജ, ഓഹോ, അപ്പം ബാലചന്ദ്രന്റെ മകളല്ല അലീന. പിന്നെ എന്തിന്റെ പേരിലാണ് അലീന അങ്ങ് അവിടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്? എന്ത് കടപ്പാടിന്റെ പേരിലാണ് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ അലീനയെ നിർത്തിയിരിക്കുന്നത്? എനിക്കത് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങിയില്ലേ നമ്മുടെ വൈജ. അപ്പോഴത്തേക്കാണെങ്കിൽ ശിവശങ്കരമേനോൻ പറയുന്നുണ്ട്, എന്റെ പൊന്നു വൈജയെ നീ ഒന്ന് നിർത്ത്. നീ വിചാരിക്കുന്ന പോലെ ഈ ബാലചന്ദ്രൻ അത്രയ്ക്ക് താന്നു കിടക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കമല പറഞ്ഞ, അല്ല, ഈ ബാലചന്ദ്രനല്ലേ പറഞ്ഞത് കൊല്ലത്തങ്ങാണ്ട് ഒരു ഏതോ ഒരു പെണ്ണുമായിട്ട് എന്തോ സെറ്റപ്പ് ഉണ്ടായിരുന്നെന്നോ, അവര് ഗൾഫിൽ പോയെന്നോ, ഗൾഫിൽ വെച്ചിട്ട് അങ്ങാണ്ട് ഒരു കുഞ്ഞുണ്ടായിരുന്നോ, അങ്ങനെ എങ്ങാണ്ടൊക്കെ അല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതൊക്കെ അവൻ കെട്ടിച്ചമച്ച കഥയാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലായിരിക്കും. നിരഞ്ജനെ, നീ ഈ വക കാര്യങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടെ പറയാൻ പോയത്? ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല, വെറുതെ ബാലചന്ദ്രൻ അങ്കിളിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഞാനിത് പറയാതിരിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മനുവും പറഞ്ഞു, ശരിയാ, സത്യമല്ലേ, വാസ്തവല്ലേ, അതിപ്പോ എല്ലാവരും അറിയട്ടെ. ചുമ്മാ ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ചുമ്മാ ഒരു മനുഷ്യന് എവിടെന്നോ ഒരു പ്രഭാതത്തിൽ ഒരു മോള് കയറി വന്നെന്നോ അവിഹിതമാണെന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ? അതിപ്പം അല്ല, അത് സത്യമല്ല, ആ സത്യം അങ്ങ് തെളിയട്ടെ, ആ സത്യം അങ്ങ് പുറത്തു വരട്ടെ, അത് നല്ലതല്ലേ. ഇതിപ്പം എല്ലാവരും കൂടെ എന്താ നമ്മുടെ അങ്കിളിന്റെ മേത്ത് ചെളിവാരി തേച്ചു വെച്ച പോലെയാണല്ലോ ഇരിക്കുന്നത്. ആ ചെളി മൊത്തം അങ്ങ് ഇറങ്ങി പോട്ടെ, തൂത്ത് തുടച്ചങ്ങോട്ട് കളയച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ദേ, ഇനി എന്നോട് ഈ കാര്യവും ഒന്നും ചോദിച്ചോട്ട് ആരും എൻ്റെ അടുത്ത് വന്നേക്കരുത്. പറയാനുള്ളത് ഞാനും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയാണ്, ഞങ്ങള് ഇപ്പൊ ബാലചന്ദ്രന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ബാലചന്ദ്രനെ കാണുമല്ലോ. അങ്ങനെ മാത്രം കരുതിയാ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവശങ്കരമേനോൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ, ഓഹോ, അപ്പം ഇത്രയും നാള് അയാള് പറ്റിക്കായിരുന്നല്ലേ എല്ലാവരെയും കൂടെ ചേർന്ന്. എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട്, എടാ മനു, നീ ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ, നിനക്കിത് നാണമില്ലേ? നിന്റെ അച്ഛന്റെ പെങ്ങടെ ഭർത്താവല്ലേ, ആ ഒരു വിലയെങ്കിലും ആ ഒരു ഇതെങ്കിലും നിനക്ക് തന്നൂടെ? നിന്റെ അച്ഛന്റെ പെങ്ങടെ ഒരു ഇതെങ്കിലും എനിക്ക് തന്നൂടെ? നീ എനിക്ക് തരത്തില്ലേ നിനക്കെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നമ്മളല്ലല്ലോ വില കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അവർ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തി കാണുമ്പോഴല്ലേ നമ്മൾ വില കൊടുക്കുവോ, അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ഇതിപ്പോ നമ്മുടെ മുമ്പില് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ വില കൊടുക്കും. ഇതിപ്പം അവര് തന്നെ വിലയില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വില കൊടുക്കാണ്ട് വരും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ എന്റെ വൈജി ആന്റി എന്ന് ചോദിച്ചിട്ട് നമ്മുടെ മനു അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോയി. അപ്പോഴത്തേക്കും കമലയ്ക്കാണെങ്കിൽ കലി വന്നു കേട്ടോ. കമലയാണെങ്കിൽ ഓഹോ, പിന്നെ എന്തിന്റെ പേരിലാ ഈ പറയുന്ന ബാലചന്ദ്രനെ അവളെ അവിടെ നിർത്തിയിരിക്കുന്നത്, എനിക്കത് അറിയണം. കാരണം വേറൊന്നുമല്ല, ആ ഒരു പ്രശ്നം കൊണ്ടാണല്ലോ നമ്മുടെ വൈജി ഇവിടെ നിൽക്കുന്നത്. അതാണ് കമലയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കമല നേരെ ശിവശങ്കര മേനോന്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് അറിയാമായിരുന്നല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആ എനിക്ക് മാത്രമല്ല മനുവിനും ഇത് അറിയാമായിരുന്നല്ലോ. ഓഹോ, അപ്പൊ അവനും ഇത് അറിയാമായിരുന്നല്ലേ? ആ, മനുവിനും ഇത് നേരത്തെ അറിയുന്ന കാര്യം തന്നെ ആയിരുന്നല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആ അതെ, എന്താ എന്താ പ്രശ്നം? ഞാനും മനുവും ഒക്കെ ഇപ്പം ബാലചന്ദ്രന്റെ സൈഡ് നിൽക്കുന്നുണ്ടെങ്കിൽ എടി പറഞ്ഞല്ലോ, എന്തെങ്കിലും പോസിറ്റീവ് ബാലചന്ദ്രനിൽ കാണും. അതുകൊണ്ടാണ് അയാള് എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഓ, കണ്ട് ഏതോ ഒരു പെണ്ണിനെ വലിച്ചു കയറ്റിക്കൊണ്ട് വന്ന് വീട്ടിൽ കയറി താമസിപ്പിച്ചിരിക്കുന്നത് തെറ്റല്ലേ? ഇതിന് നിങ്ങൾ എന്താ എല്ലാവരും വിളിച്ച് യോഗം കൂട്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഒരു ആദരവ് അങ്ങോട്ട് കൊടുക്ക്, അതാണോ വേണ്ടത്? എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ പറഞ്ഞു നിന്നോട്, എന്തെങ്കിലും കാരണമില്ലാതെ ഈ പറയുന്ന വൈജയുടെ ആങ്ങളമാരാ ഞങ്ങൾക്ക് വൈജയാ കൂടുതൽ, ഞങ്ങളുടെ പെങ്ങളാണ് വൈജ. അപ്പൊ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ബാലചന്ദ്രന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അതിന് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നീ അങ്ങ് മനസ്സിൽ വിചാരിച്ചോ? ഈ പറയുന്ന വൈജ അത്രയ്ക്ക് വൃത്തിയും വെടുപ്പമുള്ള ഒരാളായിരുന്നുവെങ്കിലേ ഞങ്ങൾ വൈജയുടെ കൂടെ നിന്നേനെന്ന് പറഞ്ഞപ്പം ആ, അങ്ങനെ വരട്ടെ. ഇനിതേ പെങ്ങളെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും സംസാരിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ വിളിച്ചു പറയാം എന്തേലും ചൊറിഞ്ഞു വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവശങ്കരമേനോൻ പറഞ്ഞു, എന്റെ പൊന്നു വൈജയൻ നീ നിർത്ത്, മതി നീ സംസാരിച്ചത്, നീ കൂടുതൽ സംസാരിക്കരുതേ. ഓ, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഒരു സൈഡിലും പെങ്ങൾ, ഒരു സൈഡിലും ഭാര്യ, ഒരു സൈഡിലും മകന്. ഒരു സ്വസ്ഥത വേണ്ട ഒരു മനുഷ്യന്, ഒരു സമാധാനം വേണ്ട ഒരു മനുഷ്യന്. പിന്നെ ഞാൻ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് മാത്രം നീ കരുതിയാ മതി. ഇനി നീ കൂടുതൽ എന്നോട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇവിടെ അത് വലിയ പ്രശ്നമാകും. ആദ്യം പിരിയാൻ പോകുന്നത് വൈജയും അതുപോലെ ബാലചന്ദ്രനും അല്ലായിരിക്കും, ഈ നിൽക്കുന്ന കമലയും ഈ ശിവശങ്കര മേനോനും ആയിരിക്കും. അത്രയ്ക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ഓരോന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശിവശങ്കര മേനോൻ അങ്ങ് പോയപ്പോഴത്തേക്കും കമല, ഓ, ഇനി ഞാൻ കാണിച്ചു തരാം. ബാലചന്ദ്ര മേനോൻ വൈജ, ആഹാ, രണ്ടും കൂടെ എനിക്കിട്ട് പണി തരികയാണല്ലേ, ഇനി ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമല ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കമലയ്ക്ക് ഇപ്പം വേറൊന്നുമല്ല, നമ്മുടെ വൈജി അവിടെ നിന്ന് പോകണം. അതിനുവേണ്ടി ഇനിയിപ്പോ കമല എന്ത് എഫേർട്ട് എടുക്കാനും തയ്യാറാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അലീനല്ല, രേവതിക്കുട്ടി ഒരു പാട്ടൊക്കെ പാടി ഒരു പാട്ടൊക്കെ മൂളിയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. പാട്ടും മൂളിയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ രോഹിത് അവിടെ നിൽപ്പുണ്ട്. അപ്പൊ രോഹിത് ഇവിടെ ചോദിച്ചു, ഇത് എന്ത് പറ്റി, ഇതുവരെ പോയി കിടന്നില്ലേ, ഉറക്കമൊന്നും വരുന്നില്ലേ, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ആ, ഉറക്കമൊക്കെ വരുന്നുണ്ട്, ഞാൻ പോയി കിടന്നോളാം, അതിനിപ്പോ നിനക്ക് എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എനിക്കൊന്നുമില്ല, എന്തു പറ്റി, നിനക്ക് ഇത്രയും വലിയ നാക്കായിരുന്നല്ലോ, ഇപ്പൊ നിന്റെ നാക്ക് എവിടെ പോയി എന്നുള്ള രീതിയിൽ ഇങ്ങനെ രോഹിത് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞു, ഇയാള് വലിയ കർക്കശക്കാരനാണ്, അല്ലെങ്കിൽ ഇയാള് വലിയൊരു ജാടത്തണ്ടിയാണ് എന്നാ ഞാൻ ഓർത്തിരുന്നത്, വലിയ സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരാളായിരുന്നു എന്നാ ഞാൻ ഓർത്തിരുന്നത്. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ, ഇയാള് അത്രയ്ക്ക് വിചാരിച്ച പോലത്തെ ഒരാളൊന്നും അല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പിന്നെ എങ്ങനത്തെ ആളാ? അല്ല, ഞാൻ വിചാരിച്ച പോലെ അത്ര പ്രശ്നക്കാരനൊന്നും അല്ല ഈ നിൽക്കുന്ന രോഹിത്, ബാലചന്ദ്ര മേനോന്റെ മകൻ രോഹിത് എന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ, നിനക്കത് മനസ്സിലായോ? ആ, എനിക്ക് മനസ്സിലായെന്നേ. ഇപ്പൊ എന്താ നിന്റെ മനസ്സിനൊരു മാറ്റം? അല്ല, കഴിഞ്ഞ ദിവസം വരെ വീരാ, ഞാൻ അതാണ് ഇതാണ്, ഞാൻ എന്താണ്ട് ഷോ കാണിക്കുകയാണ്, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഷോ കാണിച്ചിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് നീയാണല്ലോ, പിന്നെ നിനക്കിത് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല, നല്ലത് നല്ലതാണെന്ന് പറയണം. ഈ രേവതി അങ്ങനെയാ, നല്ലത് കണ്ടാ നല്ലതാണെന്നും ചീത്ത കണ്ടാ ചീത്തയാണെന്നും പറയും. ഇപ്പം എനിക്ക് രോഹിത്തേട്ടനെ കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അയ്യോ, അതിനി തലേ കയറ്റി വെക്കണ്ട, ഇനിയിപ്പോ രോഹിത്തേട്ടൻ എപ്പോഴും വീരനായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ ഓക്കെ, അങ്ങനെ ഇരുന്നോ, ഒരു കുഴപ്പമില്ല, ഷോ കാണിക്കണമെങ്കിൽ ഷോ കാണിച്ചോ, ഓ, ഞാൻ പോയേക്കാണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിക്കുട്ടി അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അതെ, അവിടെ നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യം? അത് അല്ല, നീ എനിക്ക് വീരാന്ന് പേരിട്ടപ്പോഴേ
നിനക്ക് ഞാൻ എന്തെങ്കിലും ഒരു പേര് തിരിച്ചിടണമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും എന്ത് പേര്, എന്നെ പേര് തിരിച്ചിടാന്? അല്ല, ഞാന് വീരനാണ്. ആ, നീ വീരനല്ലല്ലോ. നീയേ ഈ കൊത്തിപ്പറിക്കുകയല്ലേ എല്ലാവരെയും കൊത്തിപ്പറിച്ച് ആക്രമിക്കല്ലേ നീ? കൊത്തിപ്പറിച്ച് ആക്രമിക്കോ? ഞാനും കേട്ടു പല കഥകള്. വാക്കത്തി എടുത്തോണ്ട് പോയി പള്ളിയുടെ പുറകിൽ എന്തോ കൊത്തുവെന്നോ, അല്ല, ഓഫനേജിന്റെ പുറകിൽ നിൽക്കുന്ന മരത്തിലോ മാവിലോ എന്തോ കൊത്തുവെന്നോ, അപ്പൊ നിനക്ക് എല്ലാവരും കൂടെ ഒരു ചെറിയ പേരിട്ടുവെന്നോ. ഓഹോ, അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടായിരുന്നല്ലേ എന്നോട് ചുമ്മാ ആക്ട് ചെയ്ത് പാവത്താൻ കളിച്ചത്. ആ, എനിക്കിപ്പൊ മനസ്സിലായി. ആഹാ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ അങ്ങനെ മരത്തിൽ കൊത്തുമായിരുന്നു, അത്ര തന്നെ. കൊത്തും കൊത്തും, കൊത്തിപ്പിക്കും ഞാന്. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം വീര. ദേ, നിന്റെ സ്വഭാവം മാറിയെന്നോർത്താ ഞാൻ ഇരുന്നത്. അപ്പൊ നിന്റെ സ്വഭാവം മാറിയിട്ടില്ലല്ലേ എന്റെ രേവതി കുട്ടി? എന്റെ സ്വഭാവം ഇതൊക്കെ തന്നെയാണ്. എന്റെ സ്വഭാവം പിന്നെ മാറി. നിന്റെ അലീന ചേച്ചി ഉണ്ടല്ലോ, എന്റെ സ്വഭാവം ഒരുപാട് മാറ്റിയെടുത്തു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, മാറ്റിയെടുത്തു, മാറ്റിയെടുപ്പിക്കും. ഇനി ആ പഴയ കഥയും പറഞ്ഞുകൊണ്ട് എന്റെ മുമ്പിൽ വന്നാ ഉണ്ടല്ലോ, ഇനി ആ പഴയ കഥയൊന്നും ഞാൻ എടുത്തിട്ടില്ല. മരം കൊത്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മരം കൊത്തിയോ? ആ, മരം കൊത്തി, മരം കൊത്തി, മരം കൊത്തുന്ന മരം കൊത്തി. നീ എല്ലാവരുടെയും തലകൊത്തിയായി പോയല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ രോഹിത് അങ്ങ് പോയപ്പോഴത്തേക്ക്, ഓ, ഇതാരാ ഈ പറഞ്ഞു കൊടുത്തത്? എന്റെ ദൈവമേ, ഇനിയിപ്പൊ എന്നെ കളിയാക്കാൻ ഒരു ഇത് കിട്ടിയില്ലോ, ഇനിയിപ്പൊ അത് മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി കേട്ടോ. ഏതായാലും അങ്ങനെ രസകരമായ നിമിഷമാണ് അവിടെ കാണുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്രൻ മേനോൻ കാറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ തന്നെ കൊളുത്തുപുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെയാണ് നമ്മുടെ ലാലിച്ചൻ നമ്മുടെ സ്റ്റാൻലി. അപ്പൊ വഴിക്ക് ഇങ്ങനെ യാത്ര ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ആരാ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അല്ല നമുക്ക് എന്നാ ഒരു തിരിച്ച് നമ്മൾ എന്നാ പോകുന്നു, ഇന്ന് തന്നെ പോകുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അവിടെ പോയി അയാളെ കാണണം, അയാളെ കണ്ട് സംസാരിക്കണം, എന്നിട്ട് ഇന്ന് തന്നെ പോകാൻ എന്റെ പ്ലാന്. ഇനിയിപ്പം അയാള് കൊളുത്തുപുഴയിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ഗോവർദ്ധന ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, ആ പറഞ്ഞ നമ്മുടെ പുള്ളിക്കാരന്റെ അപ്പം പറഞ്ഞത് കൊളുത്തുപുഴയിൽ തന്നെ ഉണ്ടെന്നല്ലേ, അപ്പൊ പിന്നെ അവിടെ തന്നെ കാണും, അവിടെ അല്ലാതെ പിന്നെ എവിടെ പോകാനാ, അവിടെ തന്നെ കാണും എന്ന് പറഞ്ഞു ഗോവർദ്ധനോട്. ഗോവർദ്ധൻ ചോദിച്ചു, അല്ല ഈ പറയുന്ന ഈ സ്റ്റാൻലി ആരാ? അല്ല, അയാളുമായിട്ട് എന്ത് ബന്ധമാ ബാലേട്ടനുള്ളത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അയാളുമായിട്ട് മാത്രമാണ് എനിക്കിപ്പം ബന്ധമുള്ളത്, വേറെ ആരുമായിട്ടൊരു ബന്ധവും ഇല്ല, അയാള് മാത്രമാണ് ഇപ്പൊ എന്റെ ബന്ധു എന്ന് പറയുന്നത്. അയാളാണ്, ഞാൻ പറഞ്ഞില്ലേ, ആ ഭൂതത്തെ ഒന്ന് അഴിച്ചു വിടണമല്ലോ. ആ ഭൂതത്തെ അഴിച്ചു വിട്ടാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഞാൻ പറയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ആ ഭൂതത്തെ അഴിച്ചു വിട്ടേ പറ്റൂ. അപ്പൊ ആ ഭൂതത്തെ അഴിച്ചു വിടാനായിട്ടാ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ബാലേട്ടൻ എന്നെ ഇവിടം വരെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ, എന്തെങ്കിലും ഒന്ന് പറ ബാലേട്ട, എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാ, ഇതൊക്കെ നല്ലതിനു വേണ്ടിയാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, ഇതൊക്കെ നല്ലതിനു വേണ്ടി തന്നെയാ ഗോവർദ്ധന, നല്ലതിനു വേണ്ടി മാത്രം, ഈ ബാലചന്ദ്രന്റെ നല്ലതിനു വേണ്ടി മാത്രം. ചിലവർക്ക് ചിലപ്പോൾ അത് ദോഷം ചെയ്യും, പക്ഷെ അത് ഈ ബാലചന്ദ്രനെ കാണണം എന്നൊക്കെ ഇങ്ങനെ വീണ്ടും മനസ്സിലെന്തോ പകവെച്ച് വരികയാണ്. അങ്ങനെ കൊളുത്തുപുഴ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൊളുത്തുപുഴ എന്ന് പറയുന്ന ബോർഡൊക്കെ കാണിക്കുന്നുണ്ടേ. അങ്ങനെ വണ്ടി കൊളുത്തുപുഴയിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ബാലചന്ദ്രൻ ചെല്ലാൻ പോവുകയാണ്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ അലീനയുടെ അടുത്ത് കൃഷ്ണമോളും ബബിതയും വരുന്നുണ്ട്. എന്നിട്ട് അടുത്ത പ്ലാൻ എന്താണ്, ഇനി എങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അവർ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോഴത്തേക്കും അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അച്ഛൻ വിളിച്ചായിരുന്നോ? അല്ല, അച്ഛൻ എന്ന് വരുന്ന പറഞ്ഞത്, നമുക്ക് 2-3 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ പോരെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതിക്കുട്ടി, അതാണ് ഈ രേവതിക്കുട്ടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കൂടെ നിൽക്കാൻ തോന്നുന്നേ, അത് അങ്ങനെ തന്നെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, 2-3 ദിവസം നിൽക്കാനൊന്നും പറ്റില്ല മക്കളെ, അച്ഛൻ ഇന്ന് മിക്കവാറും ഇവിടുന്ന് പുറപ്പെടുന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് പോകണമല്ലോ. അപ്പൊ നാളെ നമ്മൾ പോവാണോ? ആഹാ, ദേ പെണ്ണെ, നിന്റെ പഠിത്തം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ഓർത്തോണം. ഒരുത്തിക്ക് കോളേജിൽ പോകണം, ഒരുത്തിക്ക് സ്കൂളിൽ പോകണം. എന്തുവാടേ ഇത്? നമ്മള് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തെറ്റിത്തിരിഞ്ഞ് നടന്നാ മതിയോ? പഠിക്കൊന്നും വേണ്ടേ? അല്ല അലീന ചേച്ചി, ഇവിടെ നല്ല രസമുണ്ട്. ഇവിടെ നല്ല രസമുണ്ട്, നമുക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാന്നേ. അച്ഛൻ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തിയേ തീരൂ മക്കളെ. ഏതായാലും ഇന്നൊരു ദിവസം കൂടി ഉണ്ടല്ലോ, അത്യാവശ്യം എൻജോയ് ചെയ്ത് കറങ്ങി അടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബബിതയും പറയുന്നുണ്ട്, അല്ലെങ്കിലും കൃഷ്ണമോൾക്ക് ഇങ്ങനെയാ, അവൾക്ക് ചെന്നിടം സ്വർഗലോകമാണ്. പിന്നെ ബബിതേച്ചിക്ക് അപ്പൊ ഇവിടെ ഇഷ്ടപ്പെട്ടില്ല? എനിക്കിവിടെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു,
എന്നാലും എന്നാലും നമ്മുടെ വീട് മറന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ശരിയാണ്, എന്നാലും എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എന്തായാലും ഒരു കാര്യം ചെയ്യുക, എത്രയും പെട്ടെന്ന് മര്യാദയ്ക്ക് പോയി എവിടെയാ പോകണ്ടേന്ന് പ്ലാനൊക്കെ ചെയ്യാൻ നോക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങ് പോകണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കുള്ള ഒരു അടിപൊളി വിശേഷമാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.